മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 43. എന്താ ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? ചുമു ദേഷ്യത്തോടെ അവനെ നോക്കി മുരണ്ടു. ഏയ്, ഞാനിത് വിശ്വസിക്കില്ല. പങ്കുവിന് വീണ്ടും ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടി വന്നു. കണ്ണേട്ടനെ ചുമ്മുവിന് ഇഷ്ടമാണെന്നറിയാം, പക്ഷെ പ്രണയം അതൊന്നും ഉണ്ടാവുമോ? മാത്രമല്ല, കണ്ണേട്ടൻ ഇവളെ ഉമ്മ വെച്ചെന്ന് പറയുന്നു. ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? കേട്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു പങ്കു അപ്പോഴും. അല്ലടാ, നീ വിശ്വസിക്കണ്ട, ഞാനാ കള്ളം പറയുന്നേ. നീ നിൻ്റെ കണ്ണേട്ടനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ കട്ടിലിരുന്ന ചെക്കനെ ഒറ്റ ചവിട്ടിന് തള്ളി താഴേക്കിട്ട് പെണ്ണ്. ചെക്കൻ പോയി കട്ടിലിന് കീഴേക്ക് ഉരുണ്ടു വീണു. ഹെമ്മേ, എൻ്റെ നടു! അവൻ ഏണം തിരുമ്മിക്കൊണ്ട് ഒരു നിമിഷം തറയിൽ തന്നെ ഇരുന്നു പോയി. എടീ കണ്ണിച്ചൊരയില്ലാത്തവളെ, എങ്ങനെ തോന്നിയടി ഈ പാവം പിടിച്ച ചെക്കനെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി താഴെയിടാൻ? പതിയെ എഴുന്നേറ്റ് വീണ്ടും അവൾ കരിയിലേക്കായി ചെന്ന് കിടന്നവൻ ചുണ്ടും കൂർപ്പിച്ചു പിടിച്ചുകൊണ്ട്, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? തീറ്റ എവിടെയും കൂറവിടെ എന്ന പോലെ നിന്റെ കാര്യം. അങ്ങനെ എന്നെ കയറി ഉമ്മിച്ചെന്ന് പറഞ്ഞിട്ടും നിനക്കെന്താടാ എന്നെ വിശ്വാസമില്ലാത്തേ? അടത്ത് കിടക്കുന്നവനെ കണ്ണു മെഴിച്ചു നോക്കി പേടിപ്പിച്ചിട്ട് അവൾ കട്ടിലിലേക്ക് കമിഴ്ന്നു വീണു. ചെക്കൻ അവളെ നോക്കിക്കൊണ്ട് ചെരിഞ്ഞു കിടന്നു. എടി ചുമ്മു. കുറേ നേരം കഴിഞ്ഞിട്ടും പെണ്ണ് തലപൊക്കി നോക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം പങ്കുവിന് പിടികിട്ടുന്നത് തന്നെ. എടി, സത്യമാണോ നീ പറഞ്ഞേ? എഴുന്നേൽക്കാതെ പിണങ്ങി കിടക്കുന്നവളെ ചെക്കൻ വീണ്ടും തട്ടി വിളിച്ചു. അല്ലടാ കള്ളം, ഒന്ന് പോയിനടാ. തല പൊക്കി അവന് നേർക്ക് 2 ചാട്ടം ചാടിയിട്ട് ചുമ്മു വീണ്ടും തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. പങ്കുവിന് പെട്ടെന്നും അല്ലാതായി. എടി ചുമ്മു, ഏട്ടന് ശരിക്കും നിന്നോട് പ്രണയമാണെങ്കിലോ? കേട്ട കാര്യങ്ങൾ സന്തോഷം തരുന്നതായതുകൊണ്ട് മാത്രം അവൻ അവളെ പറഞ്ഞു തിരുത്തുവാൻ ശ്രമിച്ചു. പ്രണയം, കോപ്പ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ദേ, എൻ്റെ കൈവാക്കിനിരിക്കാതെ നീ എഴുന്നേറ്റ് പോകാൻ നോക്ക്. പെണ്ണ് 2 അലറി. എടി, അങ്ങനൊന്നും അല്ലായിരിക്കുമെടി. നീ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതല്ലേ കണ്ണേട്ടനെ. പുള്ളി ഇങ്ങനെയുള്ള കാര്യത്തിൽ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിട്ട് കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു പങ്കു. പെണ്ണിന് ദേഷ്യം വന്ന കണ്ണ് കാണത്തില്ല. പെണ്ണിൻ്റെ അടുത്ത ചവിട്ടും കൂടി കണ്ട തൻ്റെ നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. പങ്കു അത് മനസ്സിൽ ചിന്തിച്ചു. അതേടാ, നിന്റെ ചേട്ടനെ ഞാൻ ഇനി പുണ്യാളൻ എന്ന് വിളിക്കാം. അങ്ങേരൊരു ഇത്തരത്തിലുള്ളവനാണെന്ന് പണ്ടേ എനിക്കറിയായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ളവനാണെന്ന് ഇച്ചിരി മുന്നേ എനിക്ക് മനസ്സിലായത്. പങ്കുവിനെ ദഹിപ്പിക്കുന്ന പോലൊരു നോട്ടം അവളിൽ നിന്നും വന്നു. ചുമ്മു, വേണ്ടാത്തത് വെറുതെ പറയല്ലേ. ഏട്ടൻ ഇത്തിരി ഗൗരവക്കാരനാണെന്നേ ഉള്ളൂ, അല്ലാതെ നീ പറയുന്നത് പോലെ. തുടങ്ങിയത് ഇത്തിരി ദേഷ്യത്തിലാണെങ്കിലും പെണ്ണിൻ്റെ പിണക്കം താങ്ങാനുള്ള ആവതില്ലാത്തത് കൊണ്ട് അവൻ പകുതിക്ക് വെച്ച് നിർത്തി. പറയടാ, ബാക്കിയൂടെ പറയടാ, ഞാൻ പറയുന്നത് പോലെ. എന്താ ഞാൻ പറഞ്ഞു പരത്തിയത്? എന്നോട് അപമര്യാദയായി പെരുമാറിയ അങ്ങേര് ഇപ്പോൾ നല്ലവൻ, ഞാനിപ്പോൾ നിൻ്റെ കണ്ണി കെട്ടവളും. നീ മിണ്ടരുത്. പൊടുന്നനെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ചുമ്മുവിനെ കണ്ടതും പങ്കു ഒന്ന് പേടിച്ചു പോയിരുന്നു. പിന്നീട് അവൻ ഒന്നും സംസാരിച്ചില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിന് നേർക്ക് നടന്നു. നീ എങ്ങോട്ടാ? അപ്രതീക്ഷിതമായ അവൻ്റെ പ്രവൃത്തി കണ്ടതും ചുമ്മു ചോദിച്ചു പോയി. ഞാൻ എൻ്റെ റൂമിലേക്ക്. അവൻ തിരിഞ്ഞു നോക്കാതെ ഉത്തരം നൽകി. പോടാ പോ. നിന്റെ ചേട്ടൻ ചെയ്തതിന് മുഖത്ത് നോക്കി നിന്നോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പിണങ്ങിപ്പോന്നു. പൊയ്ക്ക്, അല്ലേലും എനിക്കറിയായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ വരുള്ളൂ എന്ന്. ഒരു തലേണ എടുത്ത് ദേഷ്യത്തോടെ ചെക്കൻ്റെ മുതുകിലേക്ക് വലിച്ചെറിഞ്ഞു പെണ്ണവൾ. ഞാൻ പോകുന്നതേ നിന്നോട് പിണങ്ങിയല്ല, ഇച്ചിരി മനസമാധാനത്തോടെ കിടന്നുറങ്ങാനാ. മണി 12 കഴിഞ്ഞു. ഇനിയും നിൻ്റെ കൂടെ കിടന്നാലേ ഞാൻ നാളെ ഓഫീസിൽ പോകില്ല. വാതിൽക്കൽ വരെ ചെന്നവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾക്കുള്ള മറുപടി നൽകി. പക്ഷേ വീണ്ടും കമിഴ്ന്നു കിടക്കുന്ന ചുമ്മുവിനെയാണ് അവനപ്പോൾ കണ്ടത്. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ചുമ്മു.
അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും പങ്കു വീണ്ടും അവൾക്കരികിലേക്ക് ചെന്ന് നിന്നു. എന്നിട്ടും പെണ്ണവനെ മുഖമുയർത്തി നോക്കിയില്ല. എനിക്കെൻ്റെ കണ്ണേട്ടനേക്കാളും വലുത് അന്ന് ഇന്നും ഇനി എന്നും നീ തന്നെയാണ്. അതെനിക്കും നിനക്കും ഒരുപോലെ അറിയാവുന്ന കാര്യവുമാണ്. ഇത് ഞാൻ കണ്ണേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നിന്നെ മൂത്ത് നോക്കി പറയണമെങ്കിലേ അതിന് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമെന്ന് നീ ഒന്ന് ചിന്തിക്കണം. പങ്കു അവൾക്കരികിലായി ഇരുന്നു കൊണ്ട് ചുമ്മുവിൻ്റെ തലയുടെ പിൻഭാഗത്തായി മുഖം ചേർത്ത് വെച്ച് കിടന്നു. ചുമ്മു അവനെ കേട്ടിട്ടും അനങ്ങിയില്ല. അങ്ങനെ തന്നെ കിടന്നു. നിന്നെ ആ വേദാന്ത് തട്ടിക്കൊണ്ട് പോകുന്ന ഉറപ്പായതും വെപ്രാളത്തോടെ നടന്ന എൻ്റെ കണ്ണേട്ടനെ നിനക്ക് പരിചയമില്ലായിരിക്കും. സ്റ്റേഷനിലെ തിരക്കിനിടയിലും മണിക്കൂർ ഒരു വട്ടമെങ്കിലും വിളിച്ച് നിന്നെ നോക്കിക്കോണേന്ന് പറഞ്ഞ് എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഏട്ടനെ നിനക്ക് മനസ്സിലാവില്ലായിരിക്കും. നീ ആപത്തിപ്പെടുമെന്ന് കണ്ണേട്ടൻ ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഏട്ടൻ നിൻ്റെ സ്മാർട്ട് വാച്ച് GPS പിടിപ്പിച്ചത്. നിന്നെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിന്നെ ആ കോട്ടയിൽ കണ്ടു കിട്ടിയപ്പോൾ വരെ ആ മനുഷ്യൻ അനുഭവിച്ച ടെൻഷനും വെപ്രാളവും നിനക്കറിയാൻ കഴിയില്ല. കാരണം നിനക്കിതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ കൂടെ വന്ന ആരോടെങ്കിലും നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാനല്ലാതെ മറ്റാരും നിന്നോട് കള്ളം പറയില്ലല്ലോ. അതിലുണ്ടായിരുന്നു ചെക്കൻ്റെ ആവലാതിയും വേവലാതിയും ഒക്കെ. അങ്ങേർക്ക് നിന്നെ മുടിഞ്ഞ ഇഷ്ടാടി. നീ ഒന്നത് മനസ്സിലാക്ക്. പണ്ടെന്നോ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്താണ് നിൻ്റെ ഈ പിണക്കവും വാശിയെങ്കിൽ അതൊക്കെയൊന്ന് മാറ്റി വയ്ക്കു വേണേ. അന്നൊരു തെറ്റേട്ടൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയി. അതിനുശേഷം എത്ര വട്ടം ആ പാവം മനുഷ്യൻ നിൻ്റെ പുറകെ സോറി പറഞ്ഞ് കെഞ്ചി നടന്നടി. ഇത്രയും നാളും കൊടുത്ത ശിക്ഷ പോരെ പെണ്ണേ. ചുമ്മാ എല്ലാം കഴിഞ്ഞിട്ട് 10 വർഷങ്ങളായി. മതിയാക്കടി ഈ പകയും ദേഷ്യവും ഒക്കെ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പിണങ്ങി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടാ ചുമ്മോ. അത്രയും കൂടെ പറഞ്ഞിട്ടവൻ അവളിൽ നിന്നും മെല്ലെ അടർന്നു മാറി. ഇനിയും തന്നോടൊന്നും സംസാരിക്കാതെ കിടക്കുന്ന ചുമ്മു അവനിൽ സങ്കടമുണർത്തിയെങ്കിലും അവൻ പിന്നീടൊന്നും സംസാരിച്ചില്ല. ഞാൻ പോണു, നീ ഉറങ്ങിക്കോ. ചുമ്മുവിൻ്റെ തോളിൽ 2 തട്ട് തട്ടിയിട്ട് അവൻ ആ മുറിയുടെ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണേട്ടൻ്റെ പ്രണയമാണ് എൻ്റെ ചുമ്മു. ഇവളോടിഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ് ആളിവളെ തന്നെ കെട്ടാൻ തീരുമാനിച്ചത്. ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് ഈ പെണ്ണിനോട് ഞാൻ വാദിക്കാൻ ചെന്നാലേ ഇവള് കണ്ണ് പൊട്ടുന്നത് വിളിച്ച് എന്നെ പറപ്പിക്കും. അത് 100 തരം. അതുകൊണ്ട് ഇതുങ്ങളെ ഒന്നിപ്പിക്കേണ്ട ബാധ്യത ഇനിയിപ്പോൾ എൻ്റെ കടമയായിരിക്കും. എങ്ങനെയും കല്യാണം ഒന്ന് മുടങ്ങിക്കിട്ടാൻ വേണ്ടി നയമം നോക്കിയിരിക്കുന്നവളാണ് എൻ്റെ ചുമ്മുപ്പെണ്ണ്. ഇവളെ എങ്ങനെ ഞാനൊന്ന് മനസ്സിലാക്കാനാ? പക്ഷേ കണ്ണേട്ടൻ ഇവളെ ഉമ്മ വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ഏട്ടൻ ഇതിപ്പോൾ എന്താ പറ്റിയേ? അങ്ങനെയുള്ളൊരാളായിരുന്നില്ലല്ലോ എൻ്റെ കണ്ണേട്ടൻ. സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോഴും പങ്കുവിന് അവരെ രണ്ടുപേരെയും കുറിച്ചായിരുന്നു ചിന്ത മുഴുവനും. അതും മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടാണ് ചെക്കൻ തൻ്റെ ബെഡിലേക്ക് മറിഞ്ഞത് തന്നെ. എന്തൊക്കെയോ പദ്ധതികൾ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടുമ്പോൾ കണ്ണൻ്റെയും ചുമ്മുവിൻ്റെയും കല്യാണം തന്നെയായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളിൽ അന്നും വിരുന്നിനെത്തിയത്. അതേസമയം ഉറങ്ങാൻ കിടന്നവൾ പങ്കുവിൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കണ്ണേട്ടൻ ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത്രയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും പെണ്ണിനെ നിദ്രാദേവി അന്ന് തൊട്ട് തലോടിയില്ല. ഇതൊരു സാധനമായി പങ്കു. ഓരോ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ട് അവൻ പോയേക്കുന്നു സുഖമായിട്ട് കിടന്നുറങ്ങാൻ. അങ്ങനിപ്പോൾ അവൻ മാത്രം സുഖിച്ചുറങ്ങണ്ട. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പങ്കുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ പെണ്ണിൽ വല്ലാത്തൊരു വാശിയായിരുന്നു ഉണ്ടായിരുന്നത്. മുറിയിലേക്ക് കയറിയപ്പോഴേ കണ്ടു ഒരു വശം ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന പങ്കുവിനെ. അവനെ നോക്കി ഇത്തിരി നേരം നിന്നതിന് ശേഷം ചെക്കൻ്റെ അരികിലായി അവൾ ചേർന്ന് കിടന്നു. ഒരു കൈയും കാലും എടുത്ത് പങ്കുവിൻ്റെ ദേഹത്തേക്കിട്ടിട്ട് കണ്ണുകൾ അടച്ചത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ഉറക്കം അവളെ തേരിലേറ്റിക്കൊണ്ട് യാത്ര തുടങ്ങിയിരുന്നു. ദേ ചെക്ക, ഇന്നലത്തെ എൻ്റെ ഹാങ് ഓവർ കൊണ്ടാണ് നിൻ്റെ ഇരിപ്പെങ്കിലേ നിൻ്റെ മുതുക് ഞാൻ പള്ളിപ്പുറമാക്കും. പങ്കുവിനെ കുനിച്ചു നിർത്തിക്കൊണ്ട് അവനെ ഇടിക്കുന്നത് പോലെ പെണ്ണ് കൈയോങ്ങി. വിടടി, ഞാൻ എന്തിനാടി നിന്നോട് പിണങ്ങിയിരിക്കുന്നേ? എൻ്റെ പൊന്നല്ലേ, മുത്തല്ലേ, ഒന്ന് വിടടി. ചെക്കൻ കേണതും
ചുമ്മു അവനിൽ നിന്നുള്ള പിടിവിട്ടിരുന്നു. പിന്നെന്തിനാടാ കോപ്പെ നീ എഴുന്നേറ്റപ്പോൾ തൊട്ട് മുഖം വീർപ്പിച്ച് നടക്കുന്നേ? അവനെ നോക്കി ഏണിന് കൈയും കൊടുത്ത് നിന്നുകൊണ്ടാണ് പെണ്ണിൻ്റെ ചോദ്യം ചെയ്യൽ. അത് പിന്നെ നിന്നെ ഇങ്ങനെ എൻ്റെ പുറകെ നടത്തിക്കുമ്പോൾ ഒരു സുഖം. പറഞ്ഞുകൊണ്ടവൻ ഓഫീസിലേക്ക് പോകുവാനായി ഒരുങ്ങി തുടങ്ങി. ഭയങ്കര സുഖ. മര്യാദയ്ക്ക് ഒരുങ്ങി വരാൻ നോക്ക്. നിന്നെ കാത്ത് അവിടെ ആരും ഇരിപ്പില്ല. അവൾ അതും പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് ബാഗ് തോളിലേക്ക് തൂക്കി. ശേഷം ഒരുങ്ങിക്കഴിഞ്ഞ പങ്കുവിൻ്റെ ചുമലിൽ കൂടി കൈയിട്ടുകൊണ്ട് നേരെ ഹാളിലേക്ക് നടന്നു. പെട്ടെന്ന് കഴിച്ചോണം. നമ്മുടെ ബോബറിലെ പെട്രോളില്ല. പോകുന്ന വഴിക്ക് അടിക്കേണ്ടതാ. പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് കയറി ചെന്നവർ അവിടെ ഇരിക്കുന്ന ആ ഇരുവരെയും കണ്ട് ഒരു നിമിഷം ഒന്ന് തറഞ്ഞു നിന്ന് പോയി. നിതയും അമ്മയും അനിയത്തിയും. മോളെ. ചുമ്മുവിനെ കണ്ടതും രമ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ഓടിച്ചെന്ന് അവളുടെ കൈകൾ രണ്ടും പിടിച്ച് തൻ്റെ കൈക്കുള്ളിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു ഒരേങ്ങലോടെ. എന്താ ആൻറ്റി? മകളോടുള്ള ദേഷ്യം അവരോട് കാണിക്കുവാൻ എന്തുകൊണ്ടോ ചുമ്മുവിനപ്പോൾ തോന്നിയില്ല. മോളെ നിതേ, അവളോട് ക്ഷമിക്കണം എന്ന് പറയാൻ ഞാൻ ഒരാളല്ല. പക്ഷെ മോളെ, അവളെ അങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. കുടുംബത്തിൻ്റെ അത്താണിയ കുഞ്ഞെ അവൾ. തെറ്റാണ് അവൾ ചെയ്തത്. എങ്കിലും ഞാൻ യാചിക്കുക നിന്നോട്, അവളെ ഒന്ന് ഇറക്കാവോ? ചുമ്മുവിൻ്റെ കൈക്ക് മുകളിൽ നെറ്റി മുട്ടിച്ചു വെച്ചുകൊണ്ട് രമ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. സ്വന്തം മോളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലും അവരോടൊക്കെ നിങ്ങൾ ക്ഷമിക്കുമോ ഇങ്ങനെ? സ്റ്റേഷനിൽ പോകാൻ വേണ്ടി യൂണിഫോമിൽ ഒരുങ്ങിയിറങ്ങിയവൻ്റെ ചോദ്യം ആ ഹാളിൽ അപ്പോൾ മുഴങ്ങി കേട്ടു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ.